ഹല്ലേലൂയ. അഭിഷേകമന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗത്ത് പത്രോസിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ നടന്ന് കർത്താവിന്റെ വേല ചെയ്ത് രണ്ടാമത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞ ശേഷം പത്രോസ് അതിശക്തമായ ദൈവപ്രവൃത്തിയിലേക്ക് കടന്നു പോകുമ്പോഴാണ് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗത്ത് ആദ്യമായി സഭയ്ക്കുണ്ടാകുന്ന പീഡനത്തെ അവർ നേരിൽ കാണാൻ ഇടവരികയാണ്. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകരും സദുക്കയരും അവരുടെ നേരെ വന്നു. കാരണം പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിനെ ആധാരമാക്കി പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടപ്പോൾ പുനരുദ്ധാനം വേണ്ട എന്ന് പറഞ്ഞ സദുക്കയര് അവരെ പിടിച്ച് കോവാകുലരായിക്കൊണ്ട് അവരെ പിടിച്ച് തടവറയിൽ ഇടുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. അവരെ പിടിച്ച് സന്ധ്യയായതിനാൽ പിറ്റന്നാൾ വരെ തടവിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. സത്യവചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പലരും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ പറയുന്നുണ്ട്. 5000-ഓളം പേര് 5000-ഓളം പേര് വിശ്വസിച്ചു. അവരുടെ എണ്ണം 5000 ആയെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ സത്യത്തിന്റെ വെളിപ്പാട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇടവരുന്നത് കർത്താവിന്റെ വലിയ ഒരു ഇടപെടലും കരുതലും അവരുടെ മധ്യേ കടന്നു വരുവാനും. തടവറയിലാക്കിയിട്ടും അവർക്ക് ഭയമില്ലായിരുന്നു, ഭീരുക്കളായിരുന്നു. ഭയപ്പെട്ടവരുടെ ഉള്ളിലേക്കാണ് ധീരതയുടെ ശക്തിയും കൃപയും അഭിഷേകവും കർത്താവ് നിറച്ചു കൊടുക്കുവാൻ ഇടവന്നത്. പുനരുദ്ധാനം ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തത്. ആ ഉറപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് വീണ്ടും പ്രസംഗിക്കുകയാണ്. പത്രോസിന്റെ പ്രസംഗം അടുത്ത ദിവസം അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും ജെറുസലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും ഹയ്യാബാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏതു നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ മുടന്തരായ മനുഷ്യൻ ഞങ്ങൾ ചെയ്ത സൽപ്രവർത്തികൾ ഇവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നും വിസ്തരിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചവരും ദൈവം മരിച്ചവരെന്ന് ഉയർപ്പിച്ചവനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവരുടെ കയ്യാൽ ഒരു അത്ഭുത പ്രവൃത്തി നടത്തി ദൈവം. കാരണം ദൈവം ചെയ്ത പ്രവൃത്തി കണ്ടപ്പോൾ ഈ ഒരു നാമം ഇതുവരെയും പറയാത്തൊരു നാമം ഇവരുടെ നടുവിൽ, അധികാരികളുടെ നടുവിൽ, മഹാപുരോഹിതന്മാരുടെ നടുവിൽ, പടനായകന്മാരുടെ നടുവിൽ മടിയില്ലാതെ പ്രസംഗിക്കുന്ന പത്രോസിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പത്രോസിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നു വന്നപ്പോൾ സഭയുടെ ആദ്യത്തെ ഒരു പീഡനത്തെ കുറിച്ച് ഇവിടെ കാണാൻ കഴിയുന്നത്. അവരെ ആദ്യം തടവറയിലാക്കിയ ഒരു കാരണം അവർ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിച്ചതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നന്മ ചെയ്തും ക്രിസ്തുവിന്റെ നാമം പ്രസംഗിച്ചും കടന്നു പോകുമ്പോൾ പല എതിർപ്പുകളും തടസ്സങ്ങളും ജീവിതത്തിൽ വന്നേക്കാം. ഈ തടസ്സങ്ങളുടെ എതിർപ്പുകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടെന്നേ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് മധ്യേ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഉണ്ടെന്നേ, ചില തടവറയുടെ നടുവിൽ നിന്ന് നമ്മയൊക്കെ വിടുവിച്ച് തന്റെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനും അനുഭവിക്കാനും ഇടയാകും. ഇന്ന് ജീവിക്കുന്ന ഒരു കർത്താവിന്റെ മധ്യത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം. പീഡനത്തിന്റെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം, പീഡനത്തിന്റെ നടുവിലും പ്രസംഗിക്കുന്ന ശുശ്രൂഷകരെ നമുക്ക് കാണാൻ കഴിയും. ഏതു സാഹചര്യത്തിന്റെ നടുവിലും ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഇനി ഈ നാമം പറയരുതെന്നൊക്കെ പറഞ്ഞ് ഇവരെ ശാസിക്കാനൊക്കെ ശ്രമിക്കുന്ന നടുവിൽ പത്രോസ് പറയുകയാണ്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ആരെയും ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും, ഞങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷകരാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വചന സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി ദൈവത്തെ ഒന്ന് അനുസരിക്കാനും, പീഡനങ്ങളോ പ്രശ്നങ്ങളോ എതിർപ്പുകളോ വരുമ്പോൾ ദൈവവചനത്തിൽ ഒന്ന് ജീവിക്കുവാനും, മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അനുസരിക്കാനും, സഹോദര ബന്ധ
കൃപാവരങ്ങളിലേക്കൊക്കെ കടന്നു വരാൻ നമുക്കിടയാകണം. കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് കത്തിപ്പടരുവാൻ കർത്താവ് ഇന്ന് ഇടയാക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപാമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം കർത്താവേ, സഭയുടെ ആദ്യ പീഡനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ധീരതയോടെ പ്രസംഗിക്കുന്ന പത്രോസിനെയും കൂടെയുള്ളവരെയും കർത്താവ് അവിടുത്തെ കൃപയാൽ പരിപാലിച്ചേക്കും. ഇന്ന് ഏതവസ്ഥയിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഞങ്ങളെ അനുഗ്രഹിക്കുന്നവന്റെ ശക്തിയും കൃപയും ഞങ്ങൾ എല്ലാവരുടെ മേലും നീ പകരണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.